ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. സോ അധർമ്മ സ്ഥലത്തെ മൂന്നാം ഭാഗം. ഇനി മുതൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. കാരണം അവിടെ ധർമ്മമില്ല, അധർമ്മമാണ് നടക്കുന്നത്. പിന്നെ ധർമ്മം എന്ന് പറഞ്ഞ് ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കോടതിയും വിഷയവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഫ്രം നൗ ഓൺ എൻ്റെ വീഡിയോകളിൽ ഈ പെർട്ടിക്കുലർ സ്ഥലം അധർമ്മ സ്ഥലയാണ്. ഓക്കെ. അപ്പോൾ ഈ അധർമ്മസ്ഥലയെക്കുറിച്ച് ഞാൻ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൗജന്യ കേസും ഇപ്പം ശുചീകരണ തൊഴിലാളി ഈ വെളിപ്പെടുത്തലുമായിട്ട് വന്നു ആ വ്യക്തിയുടെ കുറേ ബാക്ക്ഗ്രൗണ്ട്, അയാൾ വന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ വീഡിയോ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇപ്പോൾ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അധർമ്മസ്ഥല, അവിടുത്തെ ഒരു അമ്പലം, അതിൻ്റെ ട്രസ്റ്റികൾ, ഓക്കെ, അതിനെക്കുറിച്ചൊരു ചെറിയ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയ വൺ കവർ ചെയ്ത അവരുടെ ഇൻസൈഡർ എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കർണാടകയിലെ മഞ്ജുനാഥേശ്വര ക്ഷേത്രം. മംഗളൂരുവിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഒരു ജൈന കുടുംബം മേൽനോട്ടക്കാരായ ഏക ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായിരിക്കും അത്. അതിസമ്പന്നരായ ഹെഗ്ഡെ കുടുംബമാണ് വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ മേൽനോട്ടക്കാർ. വീരേന്ദ്ര ഹെഗ്ഡെയാണ് 1960-കൾ മുതൽ ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യകർത്താവ്. 2022-ൽ മോദി സർക്കാരിന്റെ നാമനിർദ്ദേശത്തിൽ രാജ്യസഭാംഗമാകുകയും 2015-ൽ പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തയാളാണ് അദ്ദേഹം. 2017-ൽ ഹെഗ്ഡെയ്ക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഞ്ജുനാഥേശ്വര ക്ഷേത്രം സന്ദർശിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു വശം എന്തെന്നാൽ ഇതുവരെ പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന ഈ കൊലപാതക പരമ്പരകൾ സംശയമുനയിൽ നിർത്തുന്നതും ഹെഗ്ഡെയും കുടുംബത്തിനെയുമാണ് എന്നുള്ളതാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രിമാരും BJP നേതാക്കളുമായ BS യെദ്യൂരപ്പ, ബസവരാജ ബൊമ്മെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും സിനിമ, കായിക രംഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ വരെ അവിടുത്തെ സന്ദർശകരുടെ പട്ടികയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർക്ക് എവിടുന്നാണ് ഈ ഒരു മണി അമ്പലത്തിൽ നിന്നായിരിക്കാം. പക്ഷെ പൊളിറ്റിക്കൽ ആൻഡ് മസിൽ പവർ മാറി മാറി ഭരിച്ച, ഇന്ത്യ ഭരിച്ച ഗവൺമെൻറ്റുകൾ, BJP, കോൺഗ്രസ് ഒക്കെ എല്ലാവരും വണങ്ങി കുമ്പിട്ട് വന്ന് നിന്ന് കാല് നക്കിപ്പോയ സ്ഥലമാണ് ഈ അധർമ്മസ്ഥല എന്നും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം സൗജന്യ കേസ് പറഞ്ഞു, ശുചീകരണ തൊഴിലാളി വന്നൊരു വഴി നമ്മൾ പറഞ്ഞു. നമുക്ക് ആ ഒരു ലൈൻ തന്നെ പിടിച്ചു പോവാം. അനന്യ ഭട്ട് കേസ്. അനന്യ ഭട്ട് 2004-ൽ അധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായ അനന്യ ഭട്ട്. അപ്പോൾ ആ കേസ് മുതലാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഈ പാർട്ട് 3 തുടങ്ങുന്നത്. അതിനു മുമ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അധർമ്മസ്ഥലയിൽ നടക്കുന്ന ഈ ഒരു ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, കാരണം ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ SIT ഫോം ചെയ്തു. എന്താണ് ഈ വിഷയം എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. SIT എന്നുള്ള ഗിമിക്കിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ശുചീകരണ തൊഴിലാളിനെ കൊണ്ടുവരിക, അയാൾ കാണിക്കുന്ന 1-2 പോയിന്റുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടിയാൽ സീൽ ദ ഹോൾ പ്ലേസ്, അന്വേഷണം തുടങ്ങിയാൽ മതി എന്നുണ്ട്. പക്ഷേ അറിയാലോ, അധർമ്മസ്ഥലയെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ പോലീസും അവിടുത്തെ മന്ത്രിയും രാജാവൊക്കെ ഈ കുടുംബവും ഈ അമ്പലവും ഈ ചുറ്റുപാടൊക്കെ ആയതുകൊണ്ട് തന്നെ അത് വേറെ റിപ്പബ്ലിക്കാണത്. ഓക്കെ, ദ റിപ്പബ്ലിക് ഓഫ് അധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ട് അത് വേറെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. സോ ഇപ്പോൾ SIT ഫോം ചെയ്തപ്പോൾ അതിലും വലിയ സീൻ. SITയുടെ തലപ്പത്തേക്ക് വന്ന 4 പേര്, അതിൽ 2 പേർക്ക് ഓൾറെഡി ഈ വിഷയങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ടൈം ലൈനിൽ ഈ അധർമ്മസ്ഥലയിൽ തന്നെ ഡ്യൂട്ടി ചെയ്തിരുന്ന 2 പേരായിരുന്നു. അവർക്ക് അവിടുത്തെ സിറ്റുവേഷനും അവിടെയുള്ള ആളുകളുടെയും പവർ അറിയാവുന്നതുകൊണ്ട് അതിൽ 2 പേര് മാറി നിൽക്കുകയാണ്. SIT ഫോം ചെയ്തിട്ടടക്കം അതിൽ ഓഫീസേഴ്സിന് വർക്ക് ചെയ്യാൻ ഒരു പേടിയാണെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഹൗ പവർഫുൾ ആർ ദീസ് പീപ്പിൾ. ഭീകരമാണ്.
അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ ഔദ്യോഗികമായ ഒരു കത്ത് സർക്കാരിന് നൽകിയിട്ടില്ലെങ്കിൽ പോലും 2 ഉദ്യോഗസ്ഥർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ക്രീം ആയിട്ടുള്ള IPS പട്ടികയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്രീം ആയിട്ടുള്ള ഏറ്റവും മികച്ചത് എന്ന് സർക്കാർ തന്നെ പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ള ഓഫീസർമാരെ 4 അംഗ സംഘത്തെയാണ് ഇവിടെ നിയോഗിച്ചത്. അതിന് തലപ്പത്ത് ഈ അഭിഭാഷകർ, അതായത് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ഗോപാൽ ഗൌഡെ അടക്കം ആവശ്യപ്പെട്ടത് DGP ആയ പ്രണബ് കുമാർ മൊഹന്തി ഇതിന് നേതൃത്വം നൽകണം എന്നായിരുന്നു. പിന്നീട് ഇതിന് ട്രാക്ക് റെക്കോർഡിൽ ഒരു തരത്തിലും ഒരു കളങ്കവുമില്ലാത്ത ഓഫീസർമാർ ഇതിന്റെ അംഗങ്ങളാകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെയാണ് സർക്കാർ നിയോഗിച്ചത് എന്നുള്ള കാര്യം പറയാം. പക്ഷേ അതിൽ 2 ഉദ്യോഗസ്ഥർ, അതിലൊരു വനിതാ ഉദ്യോഗസ്ഥയടക്കം, അതായത് നമുക്ക് മനസ്സിലാകുന്നത് അനുസരിച്ചാണെങ്കിൽ IG ആയ MN അനുജേതും അതോടൊപ്പം DCP സൗമ്യലതയും, ഇവർ 2 പേരും വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തങ്ങളെ മാറ്റണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകും. ഇതിൽ പങ്കെടുക്കാൻ അസൗകര്യം അറിയിക്കും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതുവരെ ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായ കത്ത് ഈ ഉദ്യോഗസ്ഥർ സർക്കാരിന് നൽകിയതായി നമുക്ക് അറിവില്ല. എങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥരെ ഈ ടീമിനൊപ്പം ചേർക്കാനുള്ള അനൌദ്യോഗികമായ ചർച്ചകൾ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ SIT ഓഫീസേഴ്സിൻ്റെ പിന്മാറ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവില്ലേ, ശ്രീ രാഹുൽ ഗാന്ധി. ഒരു മറ്റേ ഈ സ്റ്റേറ്റ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയൊരു മനുഷ്യനൊക്കെ അല്ലേ. ഭരിക്കുന്ന പാർട്ടി നിങ്ങൾ വിട്, എതിർ കക്ഷിയിലുള്ള ആളുകൾ, ദ യങ് ബ്ലഡ് ഒന്ന് നടന്നിട്ട് വരണ്ട. എങ്ങനെയെങ്കിലും ഒരു പ്രൈവറ്റ് ജെറ്റിലെങ്കിലും വന്നിട്ട് കാറിലിറങ്ങി ഈ അധർമ്മസ്ഥലയിൽ പോയിട്ട് വാട്ട് ഈസ് ദ റിയാലിറ്റി എന്നുള്ളത് അന്വേഷിക്കാൻ പറ്റുന്നില്ലേ? കാരണം അങ്ങനത്തെ ഒരാൾ വന്നേ പറ്റൂ, അല്ലാതെ ഇവിടുന്ന് വേറെ ആരും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. വരികയാണെന്നുണ്ടെങ്കിൽ ദ മോസ്റ്റ് പവർഫുൾ പൊളിറ്റീഷ്യൻസ് തന്നെ അവിടെ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത് വഴി വെക്കണം. ഓക്കെ, വരില്ല. ഞാൻ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞത്. കോൺഗ്രസ്സുകാരതൊക്കെ വരാൻ ചാൻസ് ഇല്ല. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് BJP മാത്രമായിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സ്കീമൊക്കെ തോന്നുമായിരിക്കും. എല്ലാം ട്രൈ ഇതിനകത്ത്, എല്ലാം മാത്തമാറ്റിക്സാണ്. അപ്പം അനന്യ ഭട്ടിൻ്റെ കേസ് നമുക്ക് തുടങ്ങാം. അനന്യ ഭട്ടിന് വേണ്ടി അനന്യ ഭട്ടിൻ്റെ അമ്മ അവർ നടത്തുന്ന പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമാച്ചബിളാണ്. കാരണം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന അനന്യ ഭട്ട് അധർമ്മസ്ഥലം വിസിറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. മകളെ കാണാതാവുന്നു. അവരന്വേഷിച്ച് അവിടെ എത്തുന്നു. അവർ CBI ഒരു ജോലിക്കാരായിരുന്നു, സ്റ്റെനോഗ്രാഫറായിട്ട് ആയിരുന്നു അവർ. അവിടെ എത്തിയതിന് ശേഷം മകളെ അന്വേഷിച്ച് ചെന്ന ഈ അമ്മയ്ക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദുരനുഭവം ഉണ്ടാവുന്നു. അതിൽ നിന്ന് അവർ സർവൈവ് ചെയ്യുന്നു. ഈ ശുചീകരണ തൊഴിലാളി വന്നതും ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ഭയങ്കര ഫൈറ്റിലായിരുന്നു അവർ. അവർക്കൊന്നും കൂടി ഒരു ശക്തി കൂടിയിട്ടുണ്ട്. സോ അത് 24 കവർ ചെയ്തിട്ടുണ്ട്. വർഷം 2004 സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല കാണാനെത്തിയതാണ് 1ാം വർഷ MBBS വിദ്യാർത്ഥിയായ അനന്യ ഭട്ട്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വണ്ടി കയറുമ്പോൾ ധർമ്മസ്ഥലയെപ്പറ്റി സുഹൃത്തുക്കൾ പറഞ്ഞ നല്ല ഓർമ്മകളായിരുന്നു അവളുടെ മനസ്സു നിറയെ. പക്ഷേ ധർമ്മസ്ഥലയുടെ മറ്റൊരു മുഖമാണ് അന്ന് അവൾക്ക് മുന്നിൽ വ്യക്തമായത്. ധർമ്മസ്ഥലയിലെ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഒരു വൈകുന്നേരം അവൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. അന്ന് തന്നെ മടങ്ങാനായിരുന്നു പദ്ധതി. കൂട്ടുകാരൊക്കെ വസ്ത്രമെടുക്കാൻ വീടുകളിലേക്ക് പോയി. ഗ്രാമഭംഗി ആസ്വദിച്ച് അല്പനേരം കൂടി അവിടെ ഇരിക്കാനായിരുന്നു അനന്യയ്ക്ക് താല്പര്യം. ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് പിന്നീട് അവൾ ചിന്തിച്ച് കാണുമായിരിക്കും. സുഹൃത്തുക്കൾ മടങ്ങിയെത്തിയപ്പോൾ അനന്യ അവിടെയില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. തങ്ങളാൽ കഴിയും വിധം അവർ അനന്യയെ തിരക്കി നടന്നു. നിരാശയായിരുന്നു ഫലം. കൊൽക്കത്തയിൽ CBI സ്റ്റെനോഗ്രാഫറായിരുന്നു അനന്യയുടെ അമ്മ സുജാത ഭട്ട്. വിവരമറിഞ്ഞ് ഓടിപ്പിടിച്ച് ധർമ്മസ്ഥലയിലെത്തിയപ്പോഴേക്കും ഒരു ദിവസം കഴിഞ്ഞിരുന്നു. ആദ്യമെത്തിയത് ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിൽ, പിന്നീട് ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ മുന്നിൽ. പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രമുറ്റത്തു നിന്നും കേട്ടത് ഒരേ വാക്കുകളായിരുന്നു: ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, പലരെയും കാണാതാകും, തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. Beltangdi station, missing complaint, not get the complaint, bad talking to station, you will go. So another person is your daughter
another person is going out. No, I don't know. You watch, going to watch, and some further, I don't know. I will going to Dharmasthala. പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ് അനന്യ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതാകാമെന്നുകൂടി ഈ അമ്മയുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. കരഞ്ഞവശയായ സുജാത ക്ഷേത്രമുറ്റത്തിരിപ്പായി. പിന്നീട് നടന്നത് സിനിമാ കഥകളിൽ മാത്രം കണ്ടിട്ടുള്ള നിഷ്ഠൂരമായ ക്രൂരത. മകളെ തിരക്കിയിറങ്ങിയ അമ്മയും ധർമ്മസ്ഥലയിലെ ക്രൂരന്മാരുടെ കയ്യിൽപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശയാക്കി. 3 പേർ വന്ന് മകളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഇരുട്ടുമുറിയിലിട്ട് മർദ്ദിച്ചവശയാക്കി. തലയ്ക്ക് കാര്യമായി ക്ഷതമേറ്റു. കൈവിരലുകളൊക്കെ പൊട്ടി. മകളെ തിരക്കിയിറങ്ങിയ ഒരമ്മയെ അവർ ജീവശവമാക്കി മാറ്റി. 3 മാസം ഈ അമ്മ അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ശേഷവും പല പോരാട്ടങ്ങളും നടത്തി നോക്കി. ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകാൻ പറ്റുന്നിടത്തോളം പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് അനന്യ ഭട്ട് ആൻഡ് അമ്മയുടെ ആ ഒരു സ്റ്റോറി ലൈൻ ഉള്ളത്. ഞാനിവിടെ സൈഡിൽ അനന്യ ഭട്ടിൻ്റെ കേസിൻ്റെ ഒരു ഫോളോ അപ്സ് വയ്ക്കാം. ഓക്കെ, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ വാനിഷിങ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിലുണ്ട്. ഈ റിപ്പോർട്ട് അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനുണ്ടാക്കിയതാണ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇതിൽ ആരെങ്കിലുമൊക്കെ റെഫറൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് റീസെൻ്റ്ലി അനന്യ ഭട്ടിൻ്റെ അമ്മ ഇറക്കിയ, സുജാത ഭട്ട് ഇറക്കിയ പ്രസ് റിലീസിൻ്റെ ഒരു കോപ്പിയും ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇവിടുത്തെ ഔട്ട്സൈഡ്, അവിടെ ഉള്ളവരെ കാണാതായാൽ തന്നെ അവിടെ എന്ത് ചെയ്യില്ല, ഒരു രീതിയിലും ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വന്ന ആളുകൾ അവിടെ കാണാതാവുന്നൊരവസ്ഥ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ നീതി കിട്ടും? ഒരു വഴിയില്ലടേ. പിന്നെ ഞാൻ പറയാം, മലയാളികളായിട്ടുള്ള പല ആളുകളുടെ മിസ്സിങ് കേസുകളും പല ആളുകളിലേക്ക്, അല്ലെങ്കിൽ പല 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 കേസുകളിൽ ഞാൻ വീഴുമ്പോൾ എനിക്കെന്താ കാര്യമായിട്ടൊരു നമ്മൾ ഒരു ഹിയർസേ മാതിരി വന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ തന്നെ കാണാതായ പല പ്രമുഖ കേസുകളും ഇവിടെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വരെ അടിക്കുന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാരോട് സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നി. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ കുറച്ച് കേസുകളിലൊക്കെ ഇതിന് റിലേഷൻ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ബിക്കോസ് നിരന്തരമായിട്ട് ഒരുപാട് മലയാളികൾ സന്ദർശിക്കുന്ന ഒരു അമ്പലവും ഒരു ഏരിയയും അങ്ങനത്തെ ഒരു ചുറ്റുപാടുമാണ് ഈ അധർമ്മസ്ഥലയ്ക്കുള്ളത്. ഫൈൻ. സോ എന്താണെങ്കിലും അതൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ടേക്കപ്പ് ചെയ്യോ എടുത്ത് കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയെ കൊണ്ട പരിപാടിയല്ല. അതൊക്കെ ഇനിയിപ്പോൾ ഈ ന്യൂസ് 18 24 ഒക്കെ ഇവരൊക്കെ ഇതിൻ്റെ നിരന്തരം റിപ്പോർട്ടറൊക്കെ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ഓക്കെ, ഇപ്പം എല്ലാ ചാനലുകളും ഇറങ്ങി. ന്യൂസ് 18 വാസ് ബിഹൈൻഡ് ദിസ്. അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. അത് കഴിഞ്ഞിട്ട് 24 പിന്നാലെ പിടിച്ചു, റിപ്പോർട്ടർ ഇപ്പോൾ പിന്നാലെ പിടിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റും വരുന്നുണ്ട്, കൈരളി കവർ ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. ഇനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോറി ഓടിച്ചു പോകുന്നൊരു ഡ്രൈവർ ചേട്ടൻ, മലയാളി, ഇദ്ദേഹം ലോറി സൈഡാക്കിയിട്ട് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയ സമയത്ത് ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോയ സമയത്ത് ഒരു ബോഡി കണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ എങ്ങനെയാണ് ഒരു പോലീസോ സിസ്റ്റമോ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പബ്ലിക് ഓഫ് മറ്റേ അധർമ്മസ്ഥല എന്ന് പറഞ്ഞ പോലെ റോക്കി ബൈൻ്റെ KGF പോലെയാണ് ഇവിടെ പരിപാടികൾ. അവിടെ നടു റോട്ടിലൊക്കെയാണ് സ്ത്രീകളെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നത് ഇട്ടിട്ട്. മനസ്സിലായോ? ചോദ്യം ചെയ്യാൻ പോകാൻ ആർക്കും ഒന്നും പറ്റാത്ത രീതിയിലൊരു നാട് എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. നേരിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരിൽ കണ്ടതല്ല, പക്ഷേ ശവം ഞാൻ കണ്ടതാണ്, ബോഡി ഞാൻ കണ്ടതാണ്. ഒരു 25-ൻ്റെയും 18-ൻ്റെയും കൂടെ സെൻട്രലുള്ള ഒരു പെണ്ണിൻ്റെ ഒരു ബോഡി കണ്ടതാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്തിൽ ടിപ്പറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ മംഗലാപുരം ട്രെയിനിൻ്റെ മെട്ടിലിടാനുള്ള ഇതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 12 മണി ആദ്യത്തെ ഒരു ലോഡ് എടുത്തിട്ട് രണ്ടാമത്തെ ലോഡ് ഞാൻ ഇവരെ തന്നെ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ടുള്ള ക്രഷറുണ്ട്, അവിടെ നിന്നാണ് അപ്പോൾ ഞാൻ ലോഡ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലോഡ് എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലത്ത് തന്നെ അവിടെ
അപ്പോൾ രാത്രി 12 മണി 1 മണി സമയമായപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി. അപ്പോൾ ഞാൻ അന്നേരം ഇറങ്ങിയിട്ട് ഈ കലിങ്ങിൻ്റെ അടിയിൽ 3 പാളിയുണ്ട്. ഇപ്പോൾ കലിങ്ങിൻ്റെ മേൾ സൈഡിൽ ഞാൻ സെൻട്രലുള്ള പാളി കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ഈ ടോയ്ലറ്റിൽ ഈ ബോഡി കിടന്നതിൻ്റെ മേളുഭാഗത്ത്, അന്നേരം എനിക്ക് ബോഡിയാണോ എന്താണെന്നറിയില്ല, മേളുഭാഗത്ത് ഇരുന്ന് ടോയ്ലറ്റിൽ പോയി. അപ്പോൾ ചെറിയ കീപാഡ് മൊബൈലുള്ളത്, ഒരുപാട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് ഞാൻ താഴോട്ട് പോകുമ്പോൾ എനിക്കിത് എന്നാന്ന് സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഈ കോഴി വേസ്റ്റൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കോഴി വേസ്റ്റൊക്കെ കളയുന്നതായിരിക്കും എന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. വലിയൊരു കെട്ട് കിടക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ മേളിലിരുന്നു, ടോയ്ലറ്റിൽ പോയി. അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ടോയ്ലറ്റിലെല്ലാം പോയി കഴിഞ്ഞിട്ട് വണ്ടിയെ വന്ന് കയറിയിരുന്നു. വണ്ടി എടുത്ത് ഓടിച്ച് ഞാൻ. അപ്പോൾ ഏതാണ്ട് സമയം എത്ര മണിയായിട്ടുണ്ട്? സമയം രാത്രി 12 മണിയുടെ 1 മണിയുടെയും കൂടെ ഉള്ളിൽ ഈ സെൻറ്ററിൽ. അപ്പം ഞാൻ എന്നിട്ട് പോയി ലോഡ് ഇറക്കി. പിറ്റേ ദിവസം ഒരു 11 മണി സമയത്ത് ഞാൻ അവിടുന്ന് ഇതേ റോഡിൽ കൂടെ തിരിച്ച് വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതേ റോഡ് സൈഡിലെടുത്തിട്ട് ഈ ഡെഡ് ബോഡി കിടത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസമാണ്. പിറ്റേ ദിവസം അതിൻ്റെ രാത്രി 12 മണിക്ക് ഞാൻ കണ്ടു. അതിൻ്റെ അതേ പിറ്റേ ദിവസം നേരം വെളുത്തെ 11 മണിക്ക് 12 മണീൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും 10-15 വർഷങ്ങളായതുകൊണ്ട് ടൈം അത്രയും കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അതേ സമയത്ത് അപ്പോൾ ഞാൻ വണ്ടി മുന്നിൽ നിർത്തിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം ചോദിക്കുന്നുണ്ട്, ഈ ആളെ നിങ്ങൾക്ക് അറിയുമോ എല്ലാം റോഡിൽ കൂടെ വരുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരെ അറിയുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഒന്നും അറിയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഫീറ്റ് വെള്ളത്തിലാണ് ഈ 3 ദ്വാരമുള്ളതിൽ സെൻട്രൽ ദ്വാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വേനൽക്കാലം ആകുമ്പോഴത്തേനും ഒരു 1/2 ഫീറ്റ് വെള്ളം ഉണ്ടാകും. ഈ 1/2 ഫീറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഈ ബോഡി കിടക്കുന്ന ഫുൾ. ഇത് കാട് ഭാഗമല്ലേ, അപ്പോൾ കാടായതുകൊണ്ട് ഒരുപാട് ഞണ്ടുകളുടെ ശല്യമുണ്ട്. ഈ ഞണ്ടുകളെല്ലാം ഞണ്ട് മീനൊക്കെ കൊത്തിപ്പറിച്ചിട്ടെല്ലാം തിന്നുപോയി. അപ്പോൾ നമുക്ക് മുഖം തിരിച്ചറിയത്തില്ല, ഈ ചങ്ക് ഭാഗം തിരിച്ചറിയത്തില്ല, വയറുഭാഗം തിരിച്ചറിയത്തില്ല, കാലിൻ്റെ തുടഭാഗം തിരിച്ചറിയത്തില്ല, ഫ്രണ്ട് ഭാഗം. ബാക്ക് ഭാഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 3 ദിവസം മുന്നേ ഈ റോഡിൽ കൂടെ അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നി. ഈ പറഞ്ഞ ചേട്ടൻ്റെ ഒക്കെ ഐഡന്റിറ്റി പുറത്തു വരാതിരുന്നാൽ അത്രയും നല്ലത്. ഇതിലൊരു കാര്യം ഞാൻ പറയാം. ഞാൻ അവിടുത്തെ ലോക്കൽ ക്രൗഡിനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അവരെന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ, ഈ വിഷയത്തിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ, അമ്പലത്തിൻ്റെ ബാക്കി സെറ്റപ്പുകൾ, അതിൽ ആളുകളൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് ഓക്കെ, ഓബ്വിയസ്ലി അവരാണ് ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യുക. അതെന്നോട് നാട്ടുകാർ പറഞ്ഞൊരു കാര്യം, ബ്രോ, ഇവരൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്, ഇവരെല്ലാം ചെയ്യുന്ന പരിപാടി പുറത്തു വരണം. ഇവരെയും പേരും വെച്ച് ഇവരുടെ ഐഡൻറ്റിറ്റിയും വെച്ചിട്ട് അതേ നാട്ടിൽ ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് മുതലെടുപ്പാക്കി ഇതേ പ്രവൃത്തി ഇവർ ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്ത് നടക്കുന്ന വേറെ കുറേ ഗുണ്ടാ സെറ്റപ്പുകളുണ്ട്. എങ്ങനെ ഇരിക്കുന്നത്? അത് ഇവരുടെ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അതും ഇവരുടെ ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒരു നാട്ടിലെ എൻറ്റയർ സിസ്റ്റം റൺ ചെയ്യുന്നത് ഇവർ കുറച്ച് ആളുകൾ മാത്രം. പോയ ആളുകൾ അവിടെ നിന്ന് പറയുന്നു, അവിടെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഗവൺമെൻറ് പെർമിറ്റിൽ ഓടുന്ന ഓട്ടോറിക്ഷ ഒന്നും ഇവന്മാരുടെ ചൊൽപ്പടിക്ക് പോകുന്ന ഡി കമ്പനിയോ ഡി ഗ്രൂപ്പോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓട്ടോറിക്ഷ ഗ്രൂപ്പ് വേറെ. അങ്ങനെ അത്ര അവിടെ ഇല്ല. ഇൻഫർമേഷൻ കൊടുക്കാനൊരു ടീം, ആളുകൾ വന്നാൽ സ്കെച്ച് ചെയ്യാനൊരു ടീം, ഫോട്ടോ എടുക്കാനൊരു ടീം. നിങ്ങൾ ആലോചിക്ക്, CCTV ക്യാമിൽ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയിട്ട്, ഇനി അമ്പലം വിട്ട് നിങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് CCTV ക്യാമറയിൽ പുറത്തുനിന്ന് വന്നതോ അല്ലെങ്കിൽ അവിടെ ഉള്ളതുമായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടീൻ്റെ കാര്യം പോക്കാം. നാട്ടുകാരോട് സംസാരിച്ചതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതിന് 3 ദിവസം പിന്നെ വെളുപ്പാൻ കാലത്ത് ഒരു 3:30-4 മണീൻ്റെ സമയത്ത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് 2 ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ, പുലർച്ചെ. ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്ത് നിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ 500 മീറ്റർ 600 മീറ്റർ താഴെ, അത്രയേ ഉള്ളൂ. അപ്പം അതിലൊരു തോട് ഒഴുകി വരുന്നുണ്ട്. ഈ തോടിൻ്റെ താഴത്തെ തലയ്ക്കലാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. മേളിലത്തെ തലയ്ക്കലാണ് ഈ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത്, 500 മീറ്റർ മേളിലായിട്ട്. അത്
പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഒരു 18-25 വയസ്സിൻ്റെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലല്ല, എനിക്ക് ക്ലീനായിട്ട് എനിക്ക് വയസ്സ് നിശ്ചയിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞ് മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടല്ല ഒഴുകിയിട്ട് ബ്ലഡ് ഇത് കട്ടിയായിരിക്കുന്ന ഒരു മുറിവുകളുടെ ഒക്കെ പാടുകളുണ്ട്. പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി. അപ്പം ഈ പെൺകുട്ടി ബോഡി വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേനും ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല, അവിടെ എന്നെ ഓടിച്ചു. ആരെന്നറിയില്ല നമുക്ക്. 4 ആൺകുട്ടികളുണ്ട്. വെളുത്ത മുണ്ടും വെളുത്ത ഇതും ഈ ഷോളും ഇട്ടിരിക്കുന്നത്, ഷർട്ട് ഇട്ടിട്ടില്ല. 4 ആളും ക്ലീൻ ഷേവാനാണ്. 4 ആളും താടി മീശ ഒന്നുമില്ല, ക്ലീൻ ഷേവാണ്. വണ്ടി ഏത് രജിസ്ട്രേഷൻ ആണെന്നോ രജിസ്ട്രേഷൻ ഒന്നും ഞാൻ അന്ന് നോക്കിയില്ല. അന്ന് നോക്കാന്ന് പറഞ്ഞ് ഇരുട്ട് സമയമാണ്. എൻ്റെ വണ്ടിയുടെ ഇങ്ങനെ നേരെ വെട്ടം വീഴുമ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറ സൈഡിലല്ല നിർത്തിയേക്കുന്നത്. എനിക്ക് രജിസ്ട്രേഷൻ കാണത്തില്ല. എനിക്ക് ചെറിയ ലൈറ്റ് മഞ്ഞ കളർ കാറാണിത്, ഇൻഡിക്ക കാർ. ആ ടൈമിൽ ഇൻഡിക്ക ഒരുപാട് കാറാണ്. ബാക്കി മാരുതി അത് ഇതൊന്നും ഇറങ്ങിയ സമയമല്ല. ഏറ്റവും കൂടുതൽ ഇൻഡിക്ക കാറുകൾ നിൽക്കുന്ന സമയമാണ്. ഇൻഡിക്ക കാറാണ് ഇത്. ചേട്ടൻ അവിടെ താഴെ ഇറങ്ങി? ഞാൻ ഇറങ്ങിയിട്ട് ചോദിച്ചു, ആരാമ്മ എന്ന് ചോദിച്ചു പെൺകുട്ടിയോട്. അപ്പോഴത്തേനാണ് ഈ കാറ് വന്ന് നിർത്തി എന്താ ഇറങ്ങി ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു, ഡ്രസ്സൊന്നുമില്ല, ശരീരത്തെല്ലാം മുറിവുകളുള്ള പാടുണ്ട്, നിങ്ങൾക്കൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് ഓടി അവളെന്ന് ചോദിച്ചു. കന്നഡയാണോ സംസാരിക്കുന്നത്? അവർ കന്നഡ തുളു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തുളു അറിയില്ല എന്നുള്ള ഇതിലാണ് അവർ തുളു സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തുകാരാണെന്നറിയില്ല. എൻ്റെ വണ്ടി വേറെ ഹാസൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്, K46 ഹാസൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇവർ ഓർക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇത് ഹാസൻകാരാണെന്നാണ് ഇവർ ഓർക്കുന്നത്. ഞാൻ ഇവിടുത്തവനാണെന്നറിയില്ല. അപ്പം ഞാൻ എൻ്റെ വണ്ടീൻ്റെ നേരെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ടാണ് ഈ പെണ്ണ് ഓടിയത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ട് ഓടി. ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു, റൈറ്റ് സൈഡിലോട്ട് കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തുളുവിൽ പറഞ്ഞു, അളേന് ബുഡടിച്ചോ പത്തോനിയ അളേന് ബുഡ്രവല്ലി എന്നും പറഞ്ഞ് അവളെ വിടാൻ പാടില്ല, പിടിച്ചോ അവളെ വിടരുത്, അവളെ പിടിച്ചോന്നും പറഞ്ഞ് അവർ നേരെ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഓടി. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി കണ്ട കാര്യങ്ങളാണ് ഈ വ്യക്തി പറയുന്നത്. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോ, ആ വ്യക്തി കണ്ട ആളുകളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. ഇതിൽ എൻ്റെ ഒരു ഡൗട്ടുണ്ട്, ഞാനിവിടെ സൈഡിൽ വെക്കുന്നത് മനാഫും ന്യൂസ് 18 കൂടിയും ഇന്ന് ആ ശുചീകരണ തൊഴിലാളി പോയി ഈ അവശിഷ്ടങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ കാടും അതിൻ്റെ സറൗണ്ടിങ്സും അവർ വീഡിയോയിൽ പകർത്തിയതാണ്. ഓക്കെ, ഞാൻ എൻ്റെ കുറേ വേറെ ഡൗട്ട്സ് ഇതിൽ ഷെയർ ചെയ്യാം. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നൊരു പ്രൊസീജിയറാണ്, സിസ്റ്റമില്ല, ഉള്ളത് അവരുടെ സിസ്റ്റമാണ്. അവർക്ക് കണ്ണ് കാണുന്ന ഏതൊരു ആളെയും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, സ്ഥലത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ഭൂമിക്ക് വേണ്ടിയിട്ടുണ്ടായ കേസൊക്കെ ഉണ്ടല്ലോ മലയാളീൻ്റെ, അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ഭൂമിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവർ തീർത്ത് കളയും. ഓക്കെ, എൻ്റെ ഒരു ഡൗട്ട്, ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി, ഈ അമ്പലം ഭയങ്കര സംഭവം എന്ന് പറയുന്നുണ്ട്, ഭയങ്കര ഫണ്ട് വരുന്നൊരു അമ്പലമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ബട്ട് ഇവിടെ എവിടെയെങ്കിലും ഈ അവയവ സെറ്റപ്പിന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളതും ഞാൻ ചിന്തിക്കാറുണ്ട്. ഓക്കെ, പണം ഉണ്ടാക്കണം, മണി പവർ, മസിൽ പവർ വേണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ ഏത് എക്സ്ട്രീം വരെയും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ഓബിയസ്ലി വരുന്ന പാർട്ടികൾക്ക് ഇലക്ഷൻ്റെ സമയത്തോ അതിനൊക്കെ ഫണ്ട് ചെയ്ത് അവരെ ചൊൽപ്പടിക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് പോലീസ്, പിന്നെ എന്ത് രാഷ്ട്രീയക്കാർ, അങ്ങനത്തെ സെറ്റപ്പിലാണല്ലോ കാര്യങ്ങൾ പോവുക. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട്, ഇനി ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ഓർഗൻ പരിപാടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ, 1000-ൽ കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ സീനാണ്. അപ്പം എന്താണെങ്കിലും ഞാൻ എന്താ പറയുക, തൊട്ടും തൊടാതെ ഈ ഒരു വീഡിയോ ചെയ്താൽ, കഴിഞ്ഞ 2 വീഡിയോ ഇതേപോലെ ആവില്ല. ഇത് അത്ര ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്യാതെ ബാക്കി വീഡിയോസ് എടുത്ത് വെച്ച് ഞാൻ ഡീറ്റെയിലിംഗ് തരാതെ ചെയ്യാൻ കാരണം ഇതിലെങ്ങനെയും പണി കിട്ടും. ഓക്കെ, സ്കെച്ച് എങ്ങനെയും വീണിട്ടുണ്ട്. ഇനി അത് എന്തായാലും അവിടെ പോകണം എന്നുള്ളത് പിന്നെ ഒരു ഇതായിട്ടുണ്ട്. കൂട്ടത്തിൽ 2-3 ദിവസം കൊണ്ട് ഈ വീഡിയോസിന് എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ഓക്കെ, കാരണം ഇവിടുത്തെ 24/7 ചാനലുകൾ, സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം കവർ ചെയ്തൊരു സാധനം, ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് നമ്മളെ മലയാളി ചാനലുകളാണ്. അവർക്ക് ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ് ഈ കാര്യത്തിൽ നമ്മളെ ചാനലുകൾ. അപ്പോൾ എന്താണെങ്കിലും
അവർക്കും കൂടി എന്താവും എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല അതിനകത്ത്. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഒരു രാജ്യത്തൊരു നാട്ടിൽ എന്തുവാണ് ഇത്? മീഡിയനെ വരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് സംഭവം തന്നെ.